ഹായ് എവരിവൺ. 21st January ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ തെർമോഡൈനാമിക്സിൽ നിന്നും നമുക്ക് ഇക്വിലിബ്രിയം കൂടെ ക്ലബ് ചെയ്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയാം. നോക്കൂ, റിയാക്ഷൻ N2O4 gives 2NO2 or else I can write as A reversibly gives 2B എന്ന് ഞാൻ അയാളെ എഴുതുകയാണ്. A graph is plotted as shown below. Identify the correct statement. നമ്മൾ നോക്കൂ, ആദ്യത്തത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ ഈസ് -5.40. മക്കളെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് എ ആണ്. സോ ദിസ് ഇസ് അവർ റിയാക്ടന്റ് ആൻഡ് ബി എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ജി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ജി ഓഫ് റിയാക്ടന്റ് എന്നാണ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ വളരെ കൂടുതൽ പോസിറ്റീവാണ്, റിയാക്ടന്റെ വാല്യൂ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ് എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആയില്ല. അപ്പോൾ 5.40 എന്നുള്ളത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്, അല്ലാതെ നെഗറ്റീവ് വാല്യൂ അല്ല. അവർ തന്നിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആസ് ഡെൽറ്റ G0 ഇൻ ഗ്രാഫ് ഈസ് പോസിറ്റീവ്. യെസ്, പോസിറ്റീവ് ആണ്. N2O4 will not dissociate into NO2 at all. നോക്കൂ, ഡെൽറ്റ G0 അല്ല, നമുക്ക് ഡെൽറ്റ ജീനെ വെച്ചിട്ട്, കാരണം നമ്മുടെ റിയാക്ഷൻ ഇതിനിടയ്ക്ക് എവിടേക്ക് വരുന്നുണ്ട്? ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഡെൽറ്റ G0 ആണ്. ഇപ്പൊ ഡെൽറ്റ G0ന്റെ പോസിറ്റീവ് ആണ്, ഡെൽറ്റ ജി ആണ് നമ്മൾ ഡയറക്ഷൻ തീരുമാനിക്കുക. ഇപ്പൊ വിൽ നോട്ട് ഡിസോസിയേറ്റ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഡിസോസിയേഷനും നടക്കാം, അതുപോലെ തിരിച്ചുള്ള റിയാക്ഷനും നടക്കാം. സോ ദാറ്റ് കനോട്ട് ബി കറക്റ്റ്. അടുത്തത് റിവേഴ്സ് റിയാക്ഷൻ വിൽ ഗോ ടു കംപ്ലീഷൻ. ഒരിക്കലും റിവേഴ്സ് റിയാക്ഷൻ വിൽ ഗോ ടു കംപ്ലീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അവിടെ ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിപ്പെടാം. നെക്സ്റ്റ്, അടുത്തത് when 1 mole of N2O4 changes into equilibrium mixture, value of delta G0 is equal to -84. നോക്കണം, അവർ പറയുന്നത് 1 mole of N2O4. ഈ N2O4 എന്ന് പറയുന്നത് ആരാണ്? എ ആണ്. എ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഇവിടത്തേക്കാണ്. അപ്പൊ അവിടെ ഉണ്ടായ ചേഞ്ച് അവിടെ ഉള്ള ചേഞ്ച് എത്രയാണ്? 0.84 ആണ്. 84 കുറയുകയല്ലേ ചെയ്ത്. അപ്പോ -0.84. ഓക്കെ, അത് ശരിയാണ്. അടുത്ത് നോക്കൂ, വെൻ 2 mole of NO2 എന്ന് പറയുമ്പോൾ 2B ആണ്. അപ്പൊ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണം. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. എത്ര കുറയും? 5.40 പ്ലസ് 0.84 എന്ന് പറയുമ്പോൾ -6.24 എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവസാനത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുമാണ് ഈ ഗ്രാഫ് പ്രകാരം എന്തായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് നമുക്ക് പറയാം. ബാക്കിയുള്ളത് നമുക്ക് എന്താണ്? അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആൻസർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡിയും ഇയുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. സോ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 2.